ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസത്തെയും പത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് ശേഖരിച്ചാണ് ഈ വരുന്ന ക്ലാസ്സുകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തെല്ലാമാണ് അറിയേണ്ടത്, ഇന്നത്തെ പത്രം വായിക്കുന്ന ഒരു PSC ഉദ്യോഗാർത്ഥി എന്തെല്ലാം അറിഞ്ഞിരിക്കണം, എന്തെല്ലാം എഴുതി നോട്ട് ചെയ്ത് വെക്കണം, ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നറിയേണ്ടത് ഇന്നത്തെ ന്യൂസാണ്, നോക്കാം. തുടർ ഭരണത്തിന്റെ 4 വർഷങ്ങൾ. നമ്മുടെ പിണറായി സർക്കാർ ഭരണം തുടങ്ങിയിട്ട് 4 വർഷമായിരിക്കുന്നു. അതായത് ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ ഇനി 1 വർഷം കൂടി. എന്നാൽ ഇത് രണ്ടാം പിണറായി സർക്കാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, രണ്ടാം പിണറായി സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്, തുടർച്ചയായിട്ട് ഇത് 9ാമത്തെ വർഷമാണ് അല്ലേ. ആദ്യത്തെ 5 വർഷം പൂർത്തിയായി വീണ്ടും ഭരണത്തിലേറിയിരിക്കുന്നു, അതിന്റെ 4ാം വർഷം. അപ്പോൾ തുടർച്ചയായി നോക്കുകയാണെങ്കിൽ എത്ര വർഷം പൂർത്തിയായി? 9 വർഷം പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന 2ാമത്തെ ആളാണ് പിണറായി വിജയൻ. അപ്പോൾ നമ്മുടെ വാർത്തയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന 2ാമത്തെ ആളാണ് പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായിട്ടെന്നോ തവണകളായിട്ടെന്നോ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന 2ാമത്തെ വ്യക്തി. കൃത്യമായി ഓർക്കുക, 2ാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. അപ്പൊ കഴിഞ്ഞ മാസമാണ് കെ കരുണാകരന്റെ സ്ഥാനം മറികടന്ന് പിണറായി ഈ നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന 2ാമത്തെ വ്യക്തി എന്ന കെ കരുണാകരന്റെ സ്ഥാനം മറികടന്നുകൊണ്ടാണ് പിണറായി വിജയൻ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നതിന്റെ റെക്കോർഡ് EK നയനാരുടെ പേരിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്നതിന്റെ റെക്കോർഡ് ഇപ്പോഴും ആരുടെ പേരിൽ തന്നെയാണ്? EK നയനാരുടെ പേരിലാണ്. 2ാം സ്ഥാനം കെ കരുണാകരന്റെ 2ാം സ്ഥാനമാണ് പിണറായി വിജയൻ മറികടന്നത്. എന്നാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന റെക്കോർഡ് 2022 തന്നെ നമ്മുടെ പിണറായി വിജയൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി 2022 തന്നെ ഒരു റെക്കോർഡ് മറികടന്നു. എന്താണ്? ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ആര്? പിണറായി വിജയൻ. C. അച്യുതമേനോന്റെ റെക്കോർഡാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ ഭേദിച്ചത്. ആരുടെയാണ്? C. അച്യുതമേനോന്റെ റെക്കോർഡാണ് ഇക്കാര്യത്തിൽ പിണറായി ഭേദിച്ചത്. നോക്കണേ, നമ്മുടെ പത്രത്തിൽ വന്ന ന്യൂസ് ആണ്. അത് കൃത്യമായിട്ട് ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് നോട്ട് തയ്യാറാക്കേണ്ട പാകത്തിന് തന്നെയാണ് അവർ ന്യൂസ് ഇട്ടിരിക്കുന്നത്. നോക്കൂ, ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോന്റെ റെക്കോർഡാണ് 2022 നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറികടന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, എന്തൊക്കെയാണ് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായ കേരള മുഖ്യമന്ത്രിയായ 2ാമത്തെ വ്യക്തിയാണ് നമ്മുടെ പിണറായി വിജയൻ. ആരുടെ റെക്കോർഡാണ് തകർത്തത്? കെ കരുണാകരന്റെ റെക്കോർഡാണ് ഇക്കാര്യത്തിൽ മറികടന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്നത് ആര് തന്നെയാണ്? EK നയനാറാണ് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായിരുന്നത്. എന്നാൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? പിണറായി വിജയനാണ്. C. അച്യുതമേനോന്റെ റെക്കോർഡാണ് പിണറായി വിജയൻ തകർത്തത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. ഒരു പക്ഷേ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, 2022 കെ കരുണാകരന്റെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരള മുഖ്യമന്ത്രിയായിരുന്നു എന്ന റെക്കോർഡാണ് പിണറായി വിജയൻ മറികടന്നത് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ആരുടേതാണ്? C. അച്യുതമേനോന്റെ റെക്കോർഡാണ് പിണറായി വിജയൻ മറികടന്നത്. അതായത് 2022 വരെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? C. അച്യുതമേനോനാണ്. നമ്മൾ ഓരോ ചോദ്യവും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും എന്നൊരു രീതിയിൽ തന്നെ നോക്കിക്കണ്ട് പഠിക്കാൻ നോക്കുക. C.
സിയാലിൻ്റെത് ലാഭം സാമൂഹികവൽക്കരിക്കുന്ന നയം. അപ്പോൾ നമ്മുടെ സിയാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് സിയാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സിയാലിന്റെ ലാഭം എന്തെന്നാ പറയുന്നത്? സാമൂഹികവൽക്കരിക്കുന്ന നയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വാർത്ത മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് 1-2 പോയിന്റ്സ് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിയാൽ 2.0 ആണ്. എന്താണ് സിയാൽ 2.0? സിയാൽ 2.0 എന്ന പദ്ധതിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? കൊച്ചി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽവൽക്കരിക്കുന്ന പദ്ധതിയാണ് എന്ത്? സിയാൽ 2.0. ആ പദ്ധതിയിൽ സ്ക്രീനിൽ കൈപതിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പൊ സിയാൽ 2.0 എന്താണ്? ഇപ്പോൾ സിയാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അത് എന്താണ്? കൊച്ചി വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ വൽക്കരിക്കുന്ന പുതുതായിട്ട് വന്ന പദ്ധതിയാണ് എന്ത്? സിയാൽ 2.0 എന്ന് പറയുന്നത്. അടുത്തൊരു സ്പോർട്സ് ന്യൂസ് ആണ്. സിന്നർ 1ാമത്, അൽക്കാരസ് 2ാം റാങ്കിൽ. അപ്പോൾ സിന്നറിനെയും അൽക്കാരസിനെയും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. കറണ്ട് അഫേഴ്സിന്റെ തന്നെ പല ക്ലാസ്സുകളിലൂടെ നമ്മൾ പരിചയപ്പെട്ടതാണ് സിന്നർ ആരാണ്, അൽക്കാരസ് ആരാണെന്നൊക്കെ. അപ്പൊ നമുക്ക് നോക്കാം. വിലക്കു കാരണം 3 മാസം മത്സരങ്ങളിൽ നിന്നും വിട്ടുനിന്നെങ്കിലും ലോക ടെന്നീസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. അപ്പോൾ ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ് ലോക ടെന്നീസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? മുൻ വർഷത്തെ തന്റെ റെക്കോർഡ് നിലനിർത്തുകയാണ്, തന്റെ റാങ്ക് നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും നിലവിൽ എന്താണ്? ലോക ടെന്നീസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് 2ാം സ്ഥാനത്താണ്. ഇപ്പോൾ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് 3ാം സ്ഥാനത്ത്. അപ്പോൾ ആരൊക്കെയാണ് പറയൂ? ഒന്നാമത് ആരൊക്കെയാണ്? 1ാം സ്ഥാനത്ത് ഇറ്റലിയുടെ യാനിക് സിന്നർ ആണ്. ലോക ടെന്നീസ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം യാനിക് സിന്നർ ഇറ്റലി, 2ാം സ്ഥാനം കാർലോസ് അൽക്കാരസ് സ്പെയിൻ. 3ാം സ്ഥാനം ആരാണ്? ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്. ഈ പേരുകളെല്ലാം കൃത്യമായി പഠിച്ചിരിക്കുക. നമുക്ക് ഒരു പക്ഷേ ലോക ടെന്നീസ് റാങ്കുകൾ ചോദിച്ചില്ല എങ്കിൽ പോലും നമുക്കറിയാം ഈ പേരുകൾ തന്നിട്ട് ഇവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം എന്താണ്? ടെന്നീസ് ആണ്. ടെന്നീസുമായി ബന്ധപ്പെട്ടവരാണ് ആരൊക്കെ? യാനിക് സിന്നർ, കാർലോസ് അൽക്കാരസ്, അലക്സാണ്ടർ സ്വരേവ്. അല്ലെങ്കിൽ ഈ ഒരു പക്ഷേ ഇവരുടെ രാജ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. യാനിക് സിന്നർ ഏതാണ്? ഇറ്റലിയാണ്. കാർലോസ് അൽക്കാരസ്, ആ പേരിൽ തന്നെ ഉണ്ട് ഒരു സ്. ആ സ് വെച്ച് നമ്മൾ പറയണം സ്പെയിൻ. കാർലോസ് അൽക്കാരസ് ഏത് രാജ്യക്കാരനാണ്? സ്പെയിൻ ആണ്. അലക്സാണ്ടർ സ്വരേവ് ജർമ്മനി. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. കൂടാതെ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനം കൂടാതെ ഇറ്റാലിയൻ ഓപ്പണിൽ കിരീടം നേടിയിരിക്കുന്നു. ആര്? കാർലോസ് അൽക്കാരസ്. അപ്പോൾ കാർലോസ് അൽക്കാരസ് ആണ് കിരീടം നേടിയത്. നമ്മുടെ 1ാം റാങ്കുകാരൻ യാനിക് സിന്നർ റണ്ണറപ്പ് ആയിരുന്നു. അപ്പോൾ ഒന്ന് തോറ്റുപോയെങ്കിലും തന്റെ റാങ്കിങ്ങിലെ 1ാം സ്ഥാനം ആര് നിലനിർത്തിയിരിക്കുകയാണ്? യാനിക് സിന്നർ നിലനിർത്തിയിരിക്കുകയാണ്. അകത്തോ പുറത്തോ, നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെ പറയുന്നത് പോലെ അകത്തോ പുറത്തോ നമ്മുടെ ഇന്ത്യ പാക് യുദ്ധം നമ്മുടെ കായിക ഇനങ്ങളെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. അതായത് ഏഷ്യ കപ്പിനെയൊക്കെ ഇത് വളരെ നന്നായിട്ട് ബാധിക്കും, പ്രത്യേകിച്ച് ക്രിക്കറ്റ്. അപ്പോൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് പിന്മാറാൻ ഇന്ത്യ ആലോചിക്കുന്നതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പിൽ നിന്നും പിന്മാറാനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. സമീപകാലത്തെ ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണിത്. ഈ വർഷം അതായത് 2025 ഏഷ്യ കപ്പ് വേദിയായി തീരുമാനിച്ചിരുന്നത് ഇന്ത്യയായിരുന്നു. ഇന്ത്യയിൽ നടത്താനാണ് ആലോചിച്ചിരുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ആ ഒരു യുദ്ധം കാരണം ഇത് മാറ്റിവെക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്? ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ പാകിസ്ഥാൻ മന്ത്രിയായ മൊഹ്സിൻ നഖ്വിയാണ്. ആരാണ്? മൊഹ്സിൻ നഖ്വി. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ, നമ്മുടെ ACCയുടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ പാകിസ്ഥാൻ മന്ത്രിയായ ആരാണ്?
മൊഹസിൻ നഖ്വിയാണ് ഇപ്പോഴത്തെ ACCയുടെ ചെയർമാൻ. അപ്പോൾ അതും കൂടി ആയപ്പോൾ നമ്മൾ മാറ്റേണ്ടുന്ന കാരണം കുറച്ചും കൂടി എന്ന് വേണം പറയാൻ. കൂടാതെ ഈ വർഷം ശ്രീലങ്കയിൽ ശ്രീലങ്കയിൽ നടക്കുന്ന വനിതാ 2020 ടൂർണമെന്റിൽ നിന്നും പിന്മാറുന്നതായി ഇന്ത്യ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ 2025 വനിതാ 2020 ടൂർണമെന്റ് നടക്കുന്നത് എവിടെയാണ്? ശ്രീലങ്കയിലാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നതായിട്ട് തന്നെ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഏഷ്യ കപ്പിന്റെ വേദി ഇന്ത്യ ആയിരുന്നു. ഇനി എങ്ങോട്ട് മാറ്റുന്നൊന്നും തീരുമാനമായിട്ടില്ല. വനിതാ 2020 വേദി ശ്രീലങ്ക. മറ്റൊരു സ്പോർട്സ് ന്യൂസ് നോക്കാം. ബാഴ്സയ്ക്ക് കിരീടം സമ്മാനിച്ചു. ബാഴ്സയ്ക്ക് ഒരു ടൂർണമെന്റ് കിരീടം ലഭിച്ചിരിക്കുന്നു. പക്ഷേ അവർ സ്വന്തം തട്ടകത്തിൽ തോൽവി ഏറ്റുകൊണ്ടാണ് ഈ കിരീടം സ്വന്തമാക്കിയത്. അപ്പോൾ ഈ അവസാന കളി ഒന്ന് തോറ്റുവെങ്കിലും സ്പാനിഷ് ലാലിഗയിൽ ചാമ്പ്യൻ ആയിരിക്കുന്നത് ബാഴ്സലോണയാണ്. വിയ്യാറയൽ ആണ് ഈ ലാസ്റ്റ് കളിയിൽ ബാഴ്സലോണയെ തോൽപ്പിച്ചത്. സ്പാനിഷ് ലാലിഗയിൽ ചാമ്പ്യൻ ആയിരിക്കുന്നത് ബാഴ്സലോണയാണ്. അവർ കിരീടം ഏറ്റുവാങ്ങുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. സ്പാനിഷ് ലാലിഗയിൽ കിരീടം നേടിയിരിക്കുന്നത് ബാഴ്സലോണ. ഇതൊരു അന്താരാഷ്ട്ര വാർത്തയാണ്. ഒരു പുതിയ തുടക്കം. എന്താണ് പുതിയ തുടക്കം? ബ്രെക്സിറ്റ് അനന്തരം പൊതു പങ്കാളിത്തവുമായി യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും. അപ്പോൾ നമുക്ക് ഈ ന്യൂസ് നോക്കുന്നതിന് മുന്നേ എന്താണ് ബ്രെക്സിറ്റ് എന്ന് നോക്കാം. എന്താണ്? യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ വിട്ടുപോയതിനെ സൂചിപ്പിക്കുന്ന പേരാണ് ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? യൂറോപ്യൻ യൂണിയൻ. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എന്താണ് EU എന്നേ കാണത്തുള്ളൂ. ഇത് ഇംഗ്ലീഷിലല്ല. ചിലത് എന്ത് ചെയ്യും, നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ EU എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കും. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. EU അവർക്ക് അക്ഷരങ്ങളൊന്നും മറന്നുപോയതല്ല, ബാക്കി കൂട്ടിച്ചേർക്കാൻ മറന്നുപോയതല്ല. EU എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ എന്നാണ്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ വിട്ടുപോയതിനെ സൂചിപ്പിക്കുന്ന പദമാണ് എന്തെന്ന് പറയുന്നത്? ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സിറ്റ് അല്ലേ, ബ്രിട്ടൻ എക്സിറ്റ്, അതാണ് ബ്രെക്സിറ്റ്. അതിന്റെ സ്പെല്ലിംഗ് തന്നെ വരുന്നത് BREXIT. ഇതാണ് ബ്രെക്സിറ്റ്. ബ്രിട്ടൻ എക്സിറ്റ് ആയി, ബ്രിട്ടൻ പുറത്തു പോയി. അപ്പൊ ബ്രെക്സിറ്റ് എന്താണ്? യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പുറത്തു പോയതിനെ സൂചിപ്പിക്കുന്ന പദമാണ് എന്തെന്ന് പറയുന്നത്? ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. കുടിയേറ്റം, പരമാധികാരം, സംസ്കാരം, വ്യാപാരം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ UK-യിൽ ഭിന്നിപ്പ് രൂക്ഷമായ പശ്ചാത്തലത്തിൽ 2016 28 അംഗ EU വിട്ടുപോകാനുള്ള ഹിതപരിശോധന ബ്രിട്ടനിൽ നടന്നത്. ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയായി 2020 ജനുവരി 30 ബ്രിട്ടൻ EU വിട്ടത്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ വിട്ടത്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയത് 2020 ജനുവരി 21. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ആകെ അംഗസംഖ്യ 28 ആയിരുന്നു. ഇപ്പോൾ ബ്രിട്ടൻ ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ അംഗസംഖ്യ എത്രയാണ്? 27. അപ്പൊ ഇനി എന്താണ് പുതിയ തുടക്കം എന്ന് നോക്കാം. നമ്മുടെ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും തമ്മിൽ ഒരു ഉച്ചകോടി നടത്തി. ഒരു വ്യാപാര പ്രതിരോധ കരാർ ഉണ്ടാക്കാനായിരുന്നു ഈ ഒരു ഉച്ചകോടി. അതായത് ബ്രിട്ടൻ വീണ്ടും യൂറോപ്യൻ യൂണിയനോട് ഒരു അനുഭാവം ഒക്കെ കാണിച്ചു തുടങ്ങി. അതാണ് ഈ ന്യൂസിൽ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ബ്രെക്സിറ്റ് എന്നാണ്. ബ്രെക്സിറ്റ് എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. അടുത്ത വാർത്തയിലേക്ക് പോകാം. ഓപ്പറേഷൻ ഒലീവിയ. എന്താണ് ഓപ്പറേഷൻ ഒലീവിയ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഓറഞ്ച് എക്കണോമി പഠിച്ചു. എന്താണ് ഓറഞ്ച് എക്കണോമി? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള മറ്റൊന്നാണ് ഓപ്പറേഷൻ ഒലീവിയ. കേൾക്കുമ്പോൾ എണ്ണയുടെ പേര് പോലെയൊക്കെ നമുക്ക് തോന്നും, കാരണം ഒലിവ് ഓയിൽ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതൊന്നുമല്ല. എന്താണ് ആ ഹെഡിങ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഒലിവ് റെഡ്ലി ടർട്ടൈൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഒലിവ് റെഡ്ലി ടർട്ടൈൽ പ്രൊട്ടക്റ്റഡ് അണ്ടർ ഓപ്പറേഷൻ ഒലീവിയ. അപ്പൊ ഇത് തന്നെയാണ് ഈ ന്യൂസിൽ പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഒലിവിയ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് അത്? ഒലിവ് റെഡ്ലി ടർട്ടൈലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഒരു നീക്കം, ഒരു നയമാണ്. എന്ത്? ഓപ്പറേഷൻ ഒലിവിയ. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒലിവ് റെഡ്ലി ടർട്ടൈൽസിനെ സുരക്ഷിതമായിട്ട്
nesting, ensuring safe nesting grounds for the turtles, particularly at Gehirmada beach and the surrounding coastal areas of Odisha. നമുക്കറിയാം ഒഡീഷയിലാണ് ഈ ഒലിവ് റിഡ്ലി ആമകൾ അല്ലെ, ഒലിവ് റിഡ്ലി ആമകൾ കൂടുതലായും കാണപ്പെടുന്നത് ഒഡീഷ്യൻ തീരങ്ങളിലാണ്. പ്രത്യേകിച്ചും എവിടെയാണ്? ഗഹിർമാത ബീച്ചിലും അതിന്റെ പരിസരങ്ങളിലും. ഇതൊരു പ്രത്യേക സീസൺ, ഏകദേശം ഒരു നവംബർ ടു മെയ് ആകുമ്പോഴത്തേക്കും ഇത് കരയിലോട്ട് വരികയും അവിടെ കുറച്ചുനാൾ താമസിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിന് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തിന്റെയാണ്? നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു ഓപ്പറേഷനാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ഒലിവിയ എന്ന് പറയുന്നത്. ഇതൊരു IPL റെക്കോർഡാണ്. 400+ സീസൺ ഫോർ മർക്കം ആൻഡ് പൂറൻ റെക്കോർഡ്. എന്താണ്? 3 വിദേശ വ്യക്തികൾ ഒരേ സീസണിൽ 400-ൽ കൂടുതൽ റൺസ് നേടി എന്ന ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ആരൊക്കെ നോക്കാം. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ IPL ഹിസ്റ്ററി 3 overseas batters have scored more than 400 runs for a team. ഒരു ടീമിൽ നിന്ന്, a team in a സിംഗിൾ സീസൺ, ഒരേ സീസണിൽ നിന്നും. അപ്പോൾ ഏതാണ് ആ ടീം? ലക്നൗ ആണ്. ലക്നൗ സൂപ്പർ ഗെയിൻസ് ബാറ്റേഴ്സ് ആരെല്ലാമാണ്? മിച്ചൽ മാർഷ്, എയ്ഡൻ മാർക്രം ആൻഡ് നിക്കോളാസ് പൂറൻ. ആരൊക്കെയാണ്? മിച്ചൽ മാർഷ്, എയ്ഡൻ മക്രം ആൻഡ് നിക്കോളാസ് പൂറൻ. ഇവർ 3 പേരും നമ്മുടെ ലക്നൗ സൂപ്പർ ഗെയിൻസിൽ നിന്നും, നമ്മുടെ ലക്നൗ ടീമിൽ നിന്നും 400-ലധികം റൺസ് ഒരേ സീസണിൽ നേടിയിരിക്കുന്നു. 3 വിദേശികളാണ്. 3 വിദേശികൾ ഒരേ സീസണിൽ ഒരേ ടീമിൽ നിന്നും IPL-ൽ 400-ൽ കൂടുതൽ റൺസ് നേടിയിരിക്കുന്നു എന്ന റെക്കോർഡാണ് ആർക്കൊക്കെ? മാർഷ്, മക്രം ആൻഡ് പൂറൻ, നിക്കോളാസ് പൂറൻ. ഇനി മറ്റൊരു ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സ്പോർട്ട് ന്യൂസ് ആണ്. അതായത് നമ്മുടെ ബാലൻഡിയോർ, അടുത്ത ബാലൻഡിയോർ 2024-25 ബാലൻഡിയോർ അവാർഡൊക്കെ പ്രഖ്യാപിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ ബാലൻഡിയോർ അവാർഡ്, ഇനി വരുന്ന ബാലൻഡിയോർ അവാർഡിൽ ഒരു പ്രത്യേക തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ വനിതകൾക്കും പുരുഷന്മാർക്കും സെയിം നമ്പർ ഓഫ് അവാർഡ്സ്, അവർക്ക് ഈക്വൽ നമ്പർ ഓഫ് അവാർഡ്സ്. അതായത് പുരുഷന്മാരുടെ കാറ്റഗറിയിൽ 5 അവാർഡ് ഉണ്ടെങ്കിൽ വനിതകളുടെ കാറ്റഗറിയിലും 5 അവാർഡുകൾ തന്നെ ഉണ്ടായിരിക്കും. അതായത് ഇനി വരാനിരിക്കുന്ന 2024-25 ബാലൻഡിയറിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും 6 അവാർഡുകൾ വീതമാണ് ബാലൻഡിയർ നൽകുന്നത്. പുരുഷന്മാർക്ക് 6 തന്നെ ഉണ്ടായിരുന്നു, വനിതകൾക്ക് 3 അവാർഡുകളെ ഉണ്ടായിരുന്നുള്ളൂ. 3 എണ്ണം കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആ 3 എണ്ണം: അവാർഡ് ഫോർ ബെസ്റ്റ് വുമൺസ് ഗോൾ കീപ്പർ, ബെസ്റ്റ് യങ് വുമൺസ് പ്ലെയർ ആൻഡ് ടോപ്പ് വുമൺ സ്കോറർ ഇൻ ക്ലബ് ഓർ നാഷണൽ ടീം. അപ്പോൾ ആരൊക്കെയാണ്? വുമൺസ് ഗോൾ കീപ്പർ, ബെസ്റ്റ് യങ് വുമൺസ് പ്ലെയർ ആൻഡ് ടോപ്പ് വുമൺ സ്കോറർ ഇൻ ക്ലബ് ഓർ നാഷണൽ ടീം. ഇങ്ങനെ 3 പുരസ്കാരം, 3 അവാർഡുകൾ കൂടി ബാലൻഡിയോറിൽ വനിതകൾക്ക് നൽകുന്നതോടുകൂടി അവാർഡുകളുടെ എണ്ണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമാവുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി നോക്കിപ്പോവാം. 2023-24 ബാലൻഡിയോർ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? നമ്മുടെ ഐറ്റാന ബോൺമാറ്റി ഇറ്റലിക്കാരിയാണ്. ഐറ്റാന ബോൺമാറ്റിയും റോഡ്രിയും ആയിരുന്നു 2023-24 ബാലൻഡിയോർ ജേതാക്കൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി നോക്കിപ്പോകാം. 2023-24 ബാലൻഡിയോർ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? ഐറ്റാന ബോൺമാറ്റി, സ്പെയിനിന്റെ ഐറ്റാന ബോൺമാറ്റിയും സ്പെയിന്റെ തന്നെ റോഡ്രിയുമായിരുന്നു 2023-24 ബാലൻഡിയോർ പുരസ്കാര ജേതാക്കൾ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നോക്കാം. ഡാഷ് ഈസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ഓപ്പറേഷൻ ഒലീവിയ. അപ്പോൾ ഓപ്പറേഷൻ ഒലീവിയ എന്ന പേരിൽ സംരക്ഷിക്കപ്പെടുന്നത് എന്താണ്? നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കമന്റ് ചെയ്യുക. കാര്യം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞങ്ങൾക്ക് അറിയണം. കൂടാതെ നിങ്ങൾക്കും ഒരു ബോധ്യം വേണമല്ലോ, എനിക്ക് ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം നൽകാൻ കഴിയുന്നുണ്ട് എന്ന് നിങ്ങൾക്കും മനസ്സിലാകണം. അപ്പോൾ തീർച്ചയായും ഈ ചോദ്യങ്ങളുടെ എല്ലാം തന്നെ ഉത്തരം കമന്റ് ചെയ്യുക. ഡാഷ് ഈസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ഓപ്പറേഷൻ ഒലീവിയ. എന്താണ്? ഓപ്ഷൻ എ ഫ്രോഗ്, ഓപ്ഷൻ ബി ടർട്ടൈൽ, ഓപ്ഷൻ സി റിഡ്ലി ടർട്ടൈൽ, ഓപ്ഷൻ ഡി ക്രൊക്കഡൈൽ. അപ്പോൾ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. What does the term Brexit refer to? ബ്രെക്സിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ബ്രിട്ടൻ എക്സിറ്റിംഗ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ,
ബ്രിട്ടൻ എക്സിറ്റിംഗ് ദ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ബ്രിട്ടൻ എക്സിറ്റിംഗ് ദ യൂറോപ്യൻ യൂണിയൻ, ബ്രിട്ടൻ എക്സിറ്റിംഗ് ദ യുണൈറ്റഡ് നേഷൻസ്, ബ്രിട്ടൻ എക്സിറ്റിംഗ് ദ കോമൺവെൽത്ത്. അപ്പോൾ ഇതിന് നമുക്ക് ഉത്തരം ക്ലിയർ ആണ്. ഏതാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ട്രൂ അബൌട്ട് ദ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ്. നമ്മൾ ആദ്യമേ നോക്കേണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ട്രൂ ഓർ നോട്ട് ട്രൂ. ഇവിടെ എന്താണ്? ട്രൂ എന്നാണ് നമ്മുടെ ചോദ്യം. ശരിയായത് ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ടു പ്രൊമോട്ട് ക്രിക്കറ്റ് എമംഗ് ഏഷ്യൻ കൺട്രീസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ കറന്റ് ഏഷ്യ കപ്പ് ഈസ് ഓർഗനൈസ്ഡ് ബൈ ദ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ. ഇന്ത്യ ഹാസ് വൺ ദ ഏഷ്യ കപ്പ് 7 times so far. The Asia Cup matches are played in the 2020 format only. The Asia Cup matches are played in the 2020 format only. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. 1 and 2 only, 2 and 3 only, 1, 2 and 3 only, all 4 statements. അടുത്ത ചോദ്യം, 2025 സ്പാനിഷ് ലാലിഗ ചാമ്പ്യൻ ആരാണ്? 2025 സ്പാനിഷ് ലാലിഗ ചാമ്പ്യൻ. ഓപ്ഷൻ എ അറ്റ്ലാന്റിക്കോ മാഡ്രിഡ്, ബി സെറ്റ്ല വിഗോ, സി ബാഴ്സലോണ, ഡി ഗെറ്റഫ. അപ്പോൾ ഇതിൽ ഏത് ടീമാണെന്ന് നിങ്ങൾ പറയുക. ചിലപ്പോൾ എന്റെ പ്രൊനൗൺസിയേഷൻ ശരിയാകാൻ വഴിയില്ല. ഈ ലീഗുകളൊന്നും ഞാൻ കാണുന്നതല്ല. അപ്പോൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ടും അറിയാവുന്നതാണ്. എല്ലാവരും കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും എല്ലാവരും ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ കമന്റ് ചെയ്യുക. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക്